അൽഹംദുലില്ലാ മാഷാ അള്ളാ. അങ്ങനെ മലപ്പുറം മാമാസ് കിച്ചൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കും. ഇപ്പോൾ നമ്മളിന്ന് ഒരു ഉച്ചയൂണിൻ്റെ വിശേഷമായിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ഉള്ളി വഴറ്റിങ്ങാണ്ട് അരിഞ്ഞുകാണ്ട് വലിയുള്ളി സവാള വഴറ്റിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് തന്നെ ഇട്ടോ ഉണ്ടാക്കുന്ന ഒരു മൺചട്ടിയിൽ അടുപ്പത്ത് വെച്ചു. പിന്നെ വഴന്ന് വരുമ്പോൾ അതിക്ക് ലേശം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടുങ്ങാണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടുങ്ങാണ്ട് വഴറ്റാണ് കേട്ടോ. ഇറച്ചി ഞാൻ തലേന്ന് കുറച്ച് വേവിച്ച് വെച്ച് ഉണ്ടേനി. ആ ഇറച്ചിയാണ് കേട്ടോ ഇന്ന് നാടൻ ചോറുണ്ടാക്കാൻ വിചാരിച്ച ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ വിചാരിച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കണേ. പിന്നെ അതിക്ക് ലേശം കരിയേപ്പിട്ടു. പിന്നെ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴാണ് കേട്ടോ തക്കാളി ഇട്ടത്. ഇങ്ങനെ തക്കാളി ആദ്യം ഇടരുത്. ആദ്യം ഇട്ടാൽ എന്താ അറിയോ, സവാള നല്ലോണം വഴന്ന് വന്നിട്ട് ആ പൊടികളിട്ട് ഇറക്കി നല്ലോണം സവാള ഉടഞ്ഞു കിട്ടും. അതൊരു ടിപ്പാണ് കേട്ടോ. അങ്ങനെ ആ തക്കാളിയും കൂടി വഴന്ന് വന്നപ്പോൾ ഇറച്ചി അതിക്കിട്ടു. അതിൽ കുറച്ച് ഗ്രേവി ഉണ്ടായിനി. എന്നിട്ട് നല്ലോണം ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് വേവിച്ചിട്ട് അതൊന്ന് ഇറച്ചിയൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കിങ്ങാണ്ട് മൂടി വെച്ചു. അധികമൊന്നും ഇല്ലേനി കേട്ടോ, ഉച്ചക്കത്തന്നെ ഉള്ളിരുന്നു. അങ്ങനെ ആ മൂടി വെച്ച് ഉണ്ടോ നല്ലോണം വറ്റി ഗ്രേവി ആയിങ്ങാണ്ട് വരുന്നുണ്ട്. അങ്ങനെ അതവിടെ അടച്ച് വെച്ചുങ്ങാണ്ട് നമ്മൾക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. ഇനി അടുത്തതായിട്ട് ഞാൻ പപ്പായ, പിന്നെ ചെറിയൊരു കായ് പപ്പായും പിന്നെ പയറുണ്ടേനി അതും കൂടി കൂട്ടിങ്ങാണ്ടൊരു തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചുങ്ങാണ്ട് അത് നല്ലോണം നുറുക്കിങ്ങാണ്ട് നല്ലോണം കഴുകിങ്ങാണ്ട് ചോറ് കൂട്ടണ കൊട്ടക്കയിലില്ലേ അതിക്ക് തന്നെ അതുകൊണ്ട് തന്നെ ഊറ്റിങ്ങാണ്ട് പിന്നെ അവിടെ വെച്ചു. എന്നിട്ട് കഴുകിങ്ങാണ്ട് അവിടെ വെച്ചു. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായി വന്നപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ, അതിലൊരു പാട്ടിന് പറ്റിയിരുന്നു. ഞാൻ ചട്ടി അടച്ചുകൊണ്ട് ഞാൻ ഇപ്പുറത്തുനിന്നാണ്ട് എന്തോ ഒരു ഇതിൽ പൊട്ടു വന്നപ്പോൾ ചട്ടി നല്ല കരിച്ചില്ല, തീയാണ് പിടിച്ചിട്ടുണ്ട് ചട്ടിക്ക്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു സവാള അരിഞ്ഞു, 2-4 കാന്താരിയും, ഉപ്പേരിക്ക് കാന്താരി രസമാണ്. അങ്ങനെ ആ കാന്താരി അരിഞ്ഞു കേട്ടോ. ചട്ടിക്കാണ് തീ പിടിച്ചിരുന്നത്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിരുന്നു. അതൊക്കെ കത്തിക്കരിന രംഗാണ്. ഇങ്ങനത്തെ അബദ്ധമൊക്കെ പറ്റലുണ്ട് കേട്ടോ ചിലപ്പോൾ. നിങ്ങൾക്ക് പറ്റലുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടിട്ടോ. പിന്നെ ഞാൻ ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിവാക്കിങ്ങാണ്ട് ആ ചട്ടീനെ കഴുകിങ്ങാണ്ടാണ് കേട്ടോ വീണ്ടും അടുപ്പത്ത് വെച്ചത്. ആ അടുപ്പത്ത് വെക്കുക പറഞ്ഞാൽ നല്ലോണം കരി പിടിച്ചിട്ട് അടുപ്പാണ് നമ്മൾ അടുപ്പ്. അതുകൊണ്ടാണ് അടുപ്പത്ത് വെക്കുമ്പോൾ മടിയായിട്ടാണ് ആ ഒരു ചട്ടി തന്നെ ഉപയോഗിക്കുന്നത്. അപ്പം ഇനി തോരന് അതിൽ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ തോരന് ഉണ്ടാക്കുകയാണ്. പിന്നെ ആ സവാള വഴറ്റിങ്ങാണ്ട് നല്ലോണം വഴന്നിട്ടൊന്നുമില്ല, ഒന്നുകൂടെ മൂപ്പിച്ചങ്ങാണ്ട് അതിക്ക് ഈ ഉപ്പിട്ടു, ലേശം കരിയേപ്പിട്ടു, ആ കാന്താരിയും അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് സവാളിൻ്റെ ഒപ്പം. പിന്നെ ഞാൻ പച്ചക്കറി പപ്പായും പയറും കൂടി ഊറ്റിങ്ങാണ്ട് അതിക്ക് ഇടുകയാണ്. വെക്കുന്നല്ല കേട്ടോ, അതിക്ക് തന്നെ ഇടുകയാണ്. പിന്നെ ഞാൻ അതിക്ക് വെള്ളമൊന്നും പാർന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. പിന്നെ ലേശം ഉപ്പിട്ടീന് കേട്ടോ. ഉപ്പിട്ടുങ്ങാണ്ട് അത് മൂടി വെച്ചുകൊണ്ട് തീ കുറച്ചിട്ടുങ്ങാണ്ട് മുരിങ്ങയാണ് കേട്ടോ, മുരിങ്ങ താളിപ്പാണ് പിന്നെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ദിവസം മന്തിയും ബിരിയാണിയൊക്കെ ആയിട്ട് നാടൻ ഫുഡിന് പൂതി കഴിക്കണം. അപ്പം അങ്ങനെ മുരിങ്ങയൊക്കെ ഒടിച്ച് വന്ന് നല്ല ഇളയ മുരിങ്ങ ഉണ്ട് കേട്ടോ, നമ്മളെ തൊടുത്ത് തന്നെയാണ്. ആ കൊടിച്ച് വന്ന് പിന്നെ അത് ഊരി. മുരിങ്ങ കഴുകിയിട്ടില്ലെന്ന് ഞാൻ, പിന്നെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അതിമൊന്നുമില്ല ഇനി, അപ്പം ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ മുരിങ്ങ ഊരിങ്ങാണ്ട് അവിടെ വെച്ചു. പിന്നെ ഞാൻ ലേശം തേങ്ങ ചിരകുകയാണ് കേട്ടോ. തേങ്ങ ചിരകിങ്ങാണ്ട് പിന്നെ നമ്മൾ ഉപ്പേരിക്ക് ഇട്ട് കൊടുക്കാനാണ്. ചതക്കണമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ചിരകുമ്പോൾ ചെറിയതായി ഏകദേശം ചതച്ചൊരു പരുവത്തിൽ കിട്ടും. അധികം അരിഞ്ഞ രസമല്ലല്ലോ, അങ്ങനെയാണ് എനിക്കിഷ്ടം. അങ്ങനെ അങ്ങനെ ചതക്കാതെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെയും വീണ്ടും ഒന്ന് ഇളക്കിങ്ങാണ്ട് മൂടി വെച്ചു. പിന്നെ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാതെ വെളുത്തുള്ളി, ചെറുള്ളി, പിന്നെ മുരിങ്ങ താളിപ്പിക്കും കാന്താരിനെയാണ് ഇട്ട് കൊടുക്കുന്നത്, കാന്താരി മുളക് അതിട്ടു. അത് അവിടെ ഇതാക്കി അരിഞ്ഞു വെച്ചു.
പിന്നെ ഞാനെന്താട്ടി ആ ചട്ടീൻ്റെ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. ഉപ്പേരി അതിൽ നിന്ന് ഒഴിവാക്കി വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുത്തു, അടുപ്പിൽ നിന്ന് വാങ്ങി. പിന്നെ ആ ചട്ടീൻ്റെ ഉള്ളൊന്ന് കഴുകിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതിക്ക് ലേശം പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുത്തിട്ട് ഉപ്പേരിക്ക്. എന്നിട്ട് അടുത്ത അപ്പം തന്നെ മൂടി വെച്ചു. ഒരു ടേസ്റ്റാണ് അങ്ങനെ വെളിച്ചെണ്ണ ഉറ്റിച്ചാൽ. വറവിട്ട് കണ്ടാണ് നമ്മൾ വെച്ചതെങ്കിലും അതിക്ക് ലേശം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ചാണ്ട് അവിടെ മൂടി വെച്ചാൽ നല്ലൊരു ഇതാണ്. പിന്നെ നമ്മൾ ഉള്ളി 2 വിധം ചെറുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് മീൻസ് കാന്താരി അതും കൂടി ഇട്ടുകാണ്ട് വഴറ്റിയെടുത്തു. മൂത്ത് വന്നപ്പോൾ മുരിങ്ങ ഇല അതിക്കിട്ടുകാണ്ട് ഒന്ന് വഴറ്റി കൊടുത്തു. ഇങ്ങനെയും താളിക്കും. പിന്നെ ഈ ഉള്ളിൻ്റെ ഒപ്പം കഞ്ഞിവെള്ളം പാർന്നുകാണ്ട് അത് തിളച്ചിട്ട് മുരിങ്ങടും ചെയ്യും. ഒന്നും കൂടിയും ബെറ്ററായി തോന്നിയത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ തരം വെള്ളവും ഈ മുരിങ്ങയും ഒപ്പം നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം വിട്ട് നിൽക്കണ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. 2 വിധം താളിക്കാം, പക്ഷേ ഇതാണ് ഒന്നും കൂടി ഇത്. അങ്ങനെ ഒന്ന് മുരിങ്ങ താളിപ്പും ചോറും ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞങ്ങളൊക്കെ ചോറിന്ന് ഇതാക്കി അങ്ങനെ അത് കഴിഞ്ഞു. ഇന്നത്തെ വിശേഷം അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. മറക്കരുത്, എന്തെങ്കിലും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലേ ഒക്കെ എന്നാൽ ഓക്കെ. പിന്നെ ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് ഒഴിച്ചുങ്ങാണ്ട് അതിലും ഇതാക്കിയാണ്ട് അത് മൂടി വെച്ചു. പിന്നെ താളിപ്പിൻ്റെ ചട്ടിയിൽ തന്നെ വെച്ചാണ്ട് അത് മൂടി വെച്ചു കേട്ടോ. പിന്നെ ആ ഇറച്ചീൻ്റെ ചട്ടി എടുത്തുകൊണ്ട് ഇറച്ചി ചൂടാറിയ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അത് അടുപ്പത്തേക്ക് തന്നെ വെച്ചു. അപ്പോൾ ഓക്കെ, ബൈ.